2025 ആദ്യ പകുതി പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെന്ന പോലെ വിവിധ ഭാഷകളിലായി നിരവധി വമ്പൻ റിലീസുകൾ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലും എത്തി. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളായി വിവിധ ഭാഷകളിലെ റിലീസുകളിലൂടെ 3691 കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് എത്തിയതായാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിലെത്തിയ വരുമാനത്തിന് 19% വർധനവുണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് റവന്യൂവിൽ 39% ബോളിവുഡിൽ നിന്നുള്ളതാണ്. 22% ഷെയർ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതും. ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം ഈ വർഷം മലയാള സിനിമയ്ക്ക് മികച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3ാം സ്ഥാനത്തുള്ള തമിഴ് ഇൻഡസ്ട്രിയേക്കാൾ 4% വ്യത്യാസം മാത്രമാണ് ഇക്കുറി മലയാളത്തിനുള്ളത്. 17% തമിഴകത്തിനുള്ളതെങ്കിൽ മലയാളം ഇൻഡസ്ട്രിക്ക് 13% ഷെയർ ഉണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെക്കാളും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമയ്ക്ക് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പ്രേമലും മഞ്ഞുമൽ ബോയ്സും ഉൾപ്പെടെയുള്ള സിനിമകൾ അന്യഭാഷകളിൽ നിന്ന് മികച്ച പ്രതികരണം നേടിയ വർഷമായിരുന്നു 2024. എന്നാൽ 2024 മലയാളത്തിന്റെ ഷെയർ 10% മാത്രമായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനം മലയാളം ഇൻഡസ്ട്രിയുടെ ഷെയറിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂലി, തഗ് ലൈഫ്, കാന്താര ചാപ്റ്റർ 1, രാജാ സാബ്, വാർ 2, സിത്താര സമീൻ പർ തുടങ്ങിയ വമ്പൻ സിനിമകൾ ഇനിയും വരാനിരിക്കെ ഇന്ത്യൻ സിനിമയുടെ 2025 നേട്ടം ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബോക്സ് ഓഫീസിൽ 500-1000 കോടികൾ നേടാനാകുന്ന തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് ഇവയെല്ലാം. മികച്ച പ്രതികരണങ്ങൾ നേടിയാൽ ഇന്ത്യൻ സിനിമ ഇതുവരെ എത്തിപ്പിടിക്കാനാകാത്ത നേട്ടത്തിലേക്ക് എത്തും. വർഷത്തിന്റെ തുടക്കം തന്നെ ഞെട്ടിച്ച മോഹൻലാലിൻ്റെതായി ഇനി ഈ വർഷം വരാനുള്ളത് 2 സിനിമകളാണ്. സത്യനന്ദിക്ക ചിത്രം ഹൃദയപൂർവ്വവും പാൻ ഇന്ത്യൻ സിനിമ വൃഷഭയും വിജയിച്ചാൽ മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്നത് കോടികളുടെ കണക്കാകുമെന്നത് തീർച്ച.